2020 ശേഷം ലാലേട്ടനും മമ്മൂക്ക ഒന്നിക്കുന്ന ഒരു കോംബോയാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ എടുത്ത് പറയാന്ന് പറയുന്നത് ഈ മഹേഷ് നാരായണൻ ഈ സിനിമയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല്. കാര്യം സെലക്ട് ചെയ്താണ് എടുത്തു വെച്ചേക്കുന്നത്, അതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഈ മോഹൻലാലിന്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ ആയിരുന്നാലും ഈ ഇത്രയും വലിയ ഗംഭീര നടന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി അത്ര ഗംഭീര പെർഫോം ചെയ്ത ഫഹദ് ഫാസിൽ. കാര്യം നമ്മളെ എന്തിനു ഹിന്ദിയിൽ അവിടെയൊക്കെ പോയി നടന്മാരെ വിളിക്കുന്നത്, നമ്മളെ മലയാളത്തിൽ തന്നെ ഗംഭീര നടന്മാരുണ്ട്. അതിന് നമുക്ക് ഫഹദ് ഫാസിൽ 1.5 തൂക്കായിരുന്നു. ഏറ്റവും കൂടുതൽ പടം കത്തിച്ചെന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ് പണം തൂക്കിയത്. ലാലേട്ടനാണ് വന്നപ്പോൾ തിയേറ്റർ അനങ്ങിയത്. മേക്കിംഗ് തന്നെയാണ് മേക്കിംഗ്. ലാലേട്ടൻ മമ്മൂടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുറെ വർഷത്തിന് ശേഷം കാണുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തൂക്കിയിട്ടുണ്ട്. മേക്കിംഗ് പറയാതിരിക്കാൻ എല്ലാവരുടെ ആക്ടിംഗ് ആണെങ്കിലും പെർഫെക്റ്റ് ചെയ്യുന്നത് മൈസറ സാർ കുറെ വർഷം വെച്ച് കാണുന്ന ആ ഒരു ആക്ട്രസ് ഉണ്ട്. വലിയൊരു പ്രതീക്ഷയിലാണ് വന്നത്. കാരണം ആ പ്രതീക്ഷയ്ക്ക് ഈ പടം വന്നിട്ടില്ല എന്നുള്ളത് വലിയ നിരാശാജനകമാണ്. ആ പാട്രിയറ്റ് എന്ന സിനിമയിൽ എന്റെ സുഹൃത്തിന്റെ കാറിലാണ് വന്നത്. അതിന്റെ ക്ഷീണം മാറ്റം പെട്ടി ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ കൊള്ളാന്നുള്ള ഒരു ഫീലാണ്. കാരണം അത്രത്തോളം മോശമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് വളരെ ലാഗായിട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. എന്നെ കണ്ട് റിവ്യൂ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ പടം കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കയറിക്കോളൂ. കാരണം എന്താ പറയുക, ആ സമയത്താണ് ലാലേട്ടന്റെ എൻട്രി വരുന്നത്. ചിലവരുടെ ഒരു ചോദ്യമുണ്ട്, ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് മമ്മൂക്കയ്ക്ക് ഒരു ആദ്യം 100 കോടി ഒപ്പിച്ചു കൊടുക്കുന്നു. അതിന് ലാലേട്ടൻ ഒറ്റയ്ക്ക് അഭിനയിക്കണം, എന്നാൽ മാത്രമേ 100 കോടി 200 കോടിയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇന്നും മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡും ആ ചരിഞ്ഞ തോളിലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. ലാലേട്ടന്റെ ആ ഒരു എൻട്രി തൊട്ട് അദ്ദേഹത്തിന്റെ വിയോഗം വരെ ഒരു 1/2 മണിക്കൂർ പീക്കാണ്. അത് മാത്രമേ ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയാനായിട്ടുള്ളൂ. ലാലേട്ടന് മമ്മൂക്കയും ചേർന്നിട്ടുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസും നമുക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ആ റോള്, റഹീം നായിക് എന്നുള്ള ഒരു കിടിലം റോള്, അത് മാത്രമാണ് ഈ പടത്തിലെ ഒരേ ഒരു ഇമ്പാക്ട്. ആ അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് അതിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇസ് ഓവറോൾ ബിലോ ആവറേജ്. ഓക്കെ, ഇപ്പൊ എല്ലാ ചോദ്യം അതായത് മലയാള സിനിമയിലും മലയാള പ്രേക്ഷകർക്കുള്ള ഒറ്റ ചോദ്യം, ലാലേട്ടനെ കൊണ്ടുവന്നിട്ട് ക്യാമിയ റോള് 100 കോടി അടിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് അഭിനയിച്ചിരുന്ന എല്ലാ സിനിമകളും നിങ്ങളൊന്ന് പരിശോധിക്കുക. മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും ആ ചരിഞ്ഞ തോളിലാണ്. അത് ആ കരങ്ങൾ സുരക്ഷിതമാണ്. പടം വഴി നോക്കുമ്പോൾ നോർമൽ മയക്കാനാണ് പടം, അല്ല ഭയങ്കര സംഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് ഒരു ഓക്കെ ഫീലേ ഉള്ളൂ. മൊത്തത്തിൽ പറഞ്ഞ ഒരു നിരാശ തന്നെയാണ്. കാരണം മമ്മൂക്ക ലാലേട്ടൻ ഇവരെ രണ്ടുപേരെ കൊണ്ടുവന്നതിന് നമുക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഫീൽ ചെയ്യണം. നമ്മൾ നോർമൽ പടം, അതായത് മാസ് അല്ലാത്ത കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്ന പടങ്ങളുണ്ട്. ഇത് കണ്ടന്റിനെല്ലാം പ്രാധാന്യമുണ്ട്. വളരെ കിടിലൻ കണ്ടന്റ് തന്നെയാണ്. കാരണം സമൂഹത്തിൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കണ്ടന്റാണ്. പക്ഷേ എടുത്തിരിക്കുന്ന രീതി അത് നമുക്ക് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ഒരുപാട് കാപ്പാൻ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ഒന്നതുപോലെ കാപ്പാൻ 2.0 പോലത്തെ ഫീൽ ആയി വന്നത്. വെറുതെ വന്ന് എന്തിനു വേണ്ടി തിളച്ച സാപ്പാൻ പോലെയാണ്. പ്രതീക്ഷ ഒന്നുമില്ല. കാരണം ലാലേട്ടനെ മുമ്പേ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കണ്ടോണ്ടിന്റെ പ്രേക്ഷകന് എന്തെങ്കിലും ഒരു ഗൂസ്പംസ് തരണം. ഇതൊന്നുമില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ വെച്ച് ചെയ്യിപ്പിക്കാണ്ടതേ ഉള്ളൂ. ലാലേട്ടനെ മുമ്പേ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. തീർത്തും നിരാശ തന്നെയാണ് പടം. സിനിമ കൊള്ളാം. സിനിമ നല്ല രീതിയിൽ എന്താ പറയാ, സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പെഗാസസ് എന്നൊരു സ്പൈ ആപ്പിനെ കുറിച്ചിട്ട് അത് പലർക്കും അതായത് ഓതറൈസ്ഡ് അല്ലാതെ അവരെ മോണിറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകളിൽ എങ്ങനെ പ്രൈവറ്റ് കമ്പനീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ അവർ ബാധിക്കും. അത് പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനി ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് കൂടെയാണ് സിനിമ കടന്നു വന്നത്. Other than the star cast which we had, Mohanlal, Mammootty, Fahad Faasil, Kunjako, Nayanthara, ഇത്രയും ലോങ് സ്റ്റാർ കാസ്റ്റ് മാറ്റി നിർത്തിയാൽ ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സാധാരണ ഒരു പടം. ഒരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരേ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് ഈ എൻറ്റയർ 3 hours അവർ ഓടിച്ചത്. അതിൽ വരുന്ന കോൺസ്, വേറെ നെഗറ്റീവ്സ്, വേറെ ഇൻസ്റ്റൻസസ് ദേ വുഡ് ഹാവ് ബ്രോട്ട് ഇൻ. പിന്നെ കുറച്ച് നമുക്ക് എന്താ പറയാ, ലോജിക്കിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അതൊക്കെ സൂപ്പർ ഹീറോസിന് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. ഞാനൊരു ഫാൻ ഗേൾ ആണ്. ഈ വന്നിരിക്കുന്ന സ്റ്റാർസിൽ വൺ ഓഫ് ദ സ്റ്റാർസിന്റെ ഫാൻ ആണ്. പക്ഷെ എനിക്കത് അത്രയും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. വലിച്ചു നീട്ടിലുണ്ട്. ആൻഡ് ഐ പേഴ്സണലി ഫെൽറ്റ് ഫഹദിന്റെ വേലക്കാരൻ എന്നൊരു സിനിമ ശിവകാർത്തികേയന്റെ ഒരു പടം ഉണ്ടായിരുന്നു. സെയിം ടോപ്പിക്, സെയിം പ്ലോട്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഇതിൽ നമുക്ക് വന്നിട്ട് ഒരു അടുത്ത എന്താന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എനിക്ക് തോന്നിയില്ല ആസ് എ നോർമൽ ഓഡിയൻസ്. അതായത് ഇതിന്റെ ആർട്ട് വർക്ക്സോ ബാക്ക്ഗ്രൗണ്ട് ക്യാമറ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഒരു നോർമൽ ഒരാള് സിനിമ കാണാൻ വരുന്ന ഒരാൾ വെച്ചിട്ട് എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. സൂപ്പർ പടം, സൂപ്പർ തൂക്കി, രണ്ടുപേരും ഒരേപോലെ. നമുക്ക് സൂപ്പർ നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര എമോഷണൽ ആയി. പിന്നെ നിങ്ങളൊരു ടിപ്പിക്കൽ, കാരണം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ചർച്ച ചെയ്യുന്ന ഒരു എലവേഷൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു ടിപ്പിക്കൽ മാസ് മസാല അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ സ്റ്റോറി ബിൽഡ് ചെയ്ത് പോയിട്ട് ഫസ്റ്റ് ഹാഫ് കിടിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇടയ്ക്ക് ഒരു പ്ലോട്ടിൽ കുറച്ചൊരു എന്താ പറയുക ട്രിം ചെയ്തിരുന്നെങ്കിൽ മീൻസ് അങ്ങനെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡയറക്ഷനുള്ള നല്ല കിടിലായിരുന്നു. കാരണം ഒന്നും പറയാനില്ല. കാരണം പ്രത്യേകിച്ച് വെച്ചാൽ നമ്മുടെ ഒരു
കുറെ സീക്വൻസുകൾ നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ തന്നെ ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് BGM പോകുന്നു, അതിന്റെ പേര് തന്നെ പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. എനിക്ക് നല്ലൊരു പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ടെക്നിക്കൽ സൈഡ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. റൈറ്റ് എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഒരു സിനിമ വരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.